ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ നീച്ച് വന്ന പാടെ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അമ്മ പോകാൻ വേണ്ടിയിട്ട് പുറപ്പെട്ട് ഒരുങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ സമയം 8 മണി ആവാനായിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഞാൻ നീച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ സാധാരണ വീട്ടിൽ വിരുന്ന് വരുമ്പോഴേ കുറേ മുന്നേ കേട്ടോ, പിന്നെ കണ്ണനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്, അതുപോലെ അന്നമോള് കുട്ടിയായിട്ടൊക്കെ വന്നാൽ നേരത്തെ നീക്കും, അമ്മേനൊപ്പം എല്ലാ കാര്യത്തിനും കൂടും, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അല്ലെങ്കിൽ പിന്നെ അമ്മ കിടക്കുകയാണെങ്കിലും ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും, അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം എന്താണെന്നറിയില്ല, ഭയങ്കര മടിയാണ്. അപ്പോൾ അച്ഛനും ഒന്നൊരു വഴിക്ക് പോകാനുണ്ട്. അപ്പോൾ അമ്മയും അച്ഛയും കൂടിയും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ നിന്ന് അതാക്കണ തൊട്ടടുത്ത് തന്നെ റോഡ് തന്നെയാണ്. അപ്പോൾ ബസ്സൊക്കെ പോണ സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറേ നേരമൊന്നും പോയി ബസ്സിനകത്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മക്കളൊക്കെ നീച്ച് ചായ കുടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് ചപ്പാത്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ചോറും കറിയൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല. തലേ ദിവസത്തെ ചിക്കൻ കറി നെയ്ച്ചോറും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചോറും കറി അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അതൊക്കെ ഇനി വൈകുന്നേരം വേണമെങ്കിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ ദിവസം 2 പാക്കറ്റ് പാല് കൊണ്ടുവന്നിരുന്നു കേട്ടോ. നമ്മൾ മാവേലിക്കൊക്കെ പോയി എന്ന് പറഞ്ഞില്ലേ, അന്ന് കുറച്ച് പാല് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് പായസം വെക്കാമെന്ന് വിചാരിച്ചു. നന്ദുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സേമിയ പായസം. അപ്പോൾ ഇവിടെ പൊതുവേ ഞങ്ങൾ വിരുന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പായസം ഉണ്ടാക്കാതിരിക്കലില്ല കേട്ടോ. അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പായസം. അതുകൊണ്ട് പായസം വെക്കാൻ വേണ്ടി പിന്നെ ഞാൻ ഗ്യാസുമ്മ വെച്ച് നല്ല വിറകുണ്ട് ഇവിടെ. അതുകൊണ്ട് തീയൊക്കെ കത്തിച്ച് ആദ്യം അടുപ്പൊന്ന് കഴുകിട്ടോ, നല്ലോണം കരിയൊക്കെ പിടിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് തീയൊക്കെ കത്തിച്ച് പാലടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അനുമോളോട് നോക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് വേറെ കുറേ പണികളുണ്ടായിരുന്നു, അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാല് തിളക്കിയോളം അങ്ങനെ നോക്കാൻ കഴിയുമല്ലോ. അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുള്ളല്ലോ. അപ്പോൾ അത് ആവോളം നമ്മളവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പണികളൊന്നും നടക്കൂല. അപ്പോൾ അതൊക്കെ ഓളടുത്താക്കി കൊടുത്തതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ സേമിയം ഓൾ അതിൻ്റെ ഇടയ്ക്ക് പൊട്ടിച്ചിരുന്നു. പിന്നെ ഞാൻ ഒന്നും കൂടി അങ്ങോട്ട് ചെറുതാക്കിയിട്ടോ, ഓള് കുറച്ച് വലിയതാക്കിയിട്ടായിരുന്നു പൊട്ടിച്ചേരുന്നത്. അപ്പോൾ ഒക്കെ അറിയില്ലല്ലോ, എന്നാലും കഴിയണ പോലെയൊക്കെ ആക്കി വെച്ചതാണ്. അപ്പോൾ ഓൾ ഒരുവിധം സഹായങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പ്രായം കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ട് ഓലേക്ക് കഴിയണ പണി എന്താണോ അത് ചെയ്യിക്കണം. തീർച്ചയായിട്ടും അമ്മമാരത് ചെയ്യിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല, ഓർക്കും കുറച്ച് കഴിഞ്ഞാൽ ഒന്നിനും ബാക്കിക്ക് നിൽക്കേണ്ട ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. പിന്നെ കുറഞ്ഞ മടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിപ്പോൾ കുട്ടികളല്ലേ, എന്തായാലും ഉണ്ടാവും. പനമോക്കും കുറേ കാര്യങ്ങൾക്ക് മടിയുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. ചിലതൊക്കെ ഈ ഒരു കുക്കിങ്ങിൻ്റെ കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ പോലെ തന്നെ അടുപ്പത്ത് പണിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ എങ്കിൽ അടിച്ച് വാരുക എന്ന് പറയുന്നത്, മുറ്റടിക്കണ ഇഷ്ടമാണ്, അടിച്ച് വാരുന്ന ഇഷ്ടമല്ല കേട്ടോ. ഇനിയിപ്പോൾ കണ്ണനാണെങ്കിലും എല്ലാ പണികളും എടുക്കാൻ സഹായിക്കും കേട്ടോ. എല്ലാതും അറിയുന്നല്ല ഞാൻ പറയുന്നത്, എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ സഹായിക്കും എന്താണെങ്കിലും. അപ്പോൾ ഇതാ സേമിയൊക്കെ ഒന്ന് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാക്കണ പാലൊക്കെ തിളച്ച് വരാനായി. അപ്പോൾ സേമിയം ഈ ഒരു നിറത്തിലാണ് ഞാൻ വറുത്തെടുക്കുന്നത് കേട്ടോ. കുറച്ച് ഒരു കാപ്പി കളർ ആവുകയോളം ഇങ്ങനെ ആക്കിയെടുത്തിട്ട് പായസം വെക്കുമ്പോഴാണ് കൂടുതലും ഇഷ്ടം കേട്ടോ. അപ്പം ഞാനിങ്ങനെ സേമിയ വറുത്തെടുത്തപ്പോൾ എൻ്റെ അമ്മമ്മേനെ ഇങ്ങനെ ആലോചിച്ചു കേട്ടോ. അമ്മമ്മ പണ്ടൊക്കെ സേമിയ പായസം ഉണ്ടാക്കുക ഈ ഒരു നിറത്തിലായിരുന്നു. ചിലർക്കൊക്കെ വെള്ള നിറത്തിലാവും ഇഷ്ടം അല്ലേ, അധികം അങ്ങോട്ട് മൂപ്പിക്കാതെയാണ് പായസം വയ്ക്കുക. അപ്പോൾ അമ്മമ്മേരോടെ ചെല്ലുമ്പോൾ ആ ഒരു പായസം ഇങ്ങനെയായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു കേട്ടോ. ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് സൽക്കാരം കൂട്ടിയ ഒരു സമയത്ത് പായസം ഉണ്ടാക്കിയിരുന്നു അവിടെ. അപ്പോൾ ഈ ഒരു നിറത്തിലൊക്കെ അതിൻ്റെ മുന്നേ കുട്ടികളായിരുന്ന സമയത്തും അവിടെ പോയി നിൽക്കുമ്പോഴൊക്കെ ഈ ഒരു രീതിക്കാണ് ഉണ്ടാക്കി തന്നിരുന്നത്. അപ്പോൾ അതൊക്കെ ഓരോ ഓർമ്മകളാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. നല്ലതും ചീത്തയായിട്ട് കുറേ ഓർമ്മകളുണ്ടാവും. അതേപോലെ നല്ലൊരു ഓർമ്മയായിരുന്നു എനിക്കത്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഓർത്ത് പോയി. അപ്പോൾ അത് അനുമോള് കുറച്ച് ഏലക്കായൊക്കെ എടുത്ത് അടുപ്പിൻ്റെ ആ ഒരു സൈഡിൽ നല്ല ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ നിന്ന് പിന്നെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കാൻ എളുപ്പമാണ്, അതിന് വേണ്ടി വെച്ചതാണ് കേട്ടോ. പിന്നെ നെയ്യും തന്നെ ഉരുകാൻ വേണ്ടിയിട്ട് അതും അവിടെ വെച്ചിട്ടുണ്ട്. പാല് തിളച്ച് വന്നപ്പോൾ നമ്മൾ ആ വറുത്ത് വെച്ചിരുന്ന സേമിയല്ലേ അതിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ സേമിയ വറുത്തപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നെയ്യിൽ വറുത്തിടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതവിടെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ പിന്നെ അനുമോള് നന്ദുവിന് മാങ്ങ ചെത്തി കൊടുക്കുകയാണ് കേട്ടോ. മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം അങ്ങാടിക്ക് പോയപ്പോഴേ മാങ്ങ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം ശരിക്കും ഒരു നല്ല പഴുത്ത മാങ്ങ തിന്നിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാങ്ങ വാങ്ങിയതായിരുന്നു. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് മാങ്ങ. പിന്നെ അനുമോളും തന്നെ തിന്നോ ചോദിച്ചാൽ നല്ലോണം പഴുത്തിട്ടുണ്ടെങ്കിൽ ഓക്കും ഇഷ്ടമല്ല കേട്ടോ. ഒരു കഷ്ണമോ 2 കഷ്ണമൊക്കെ തിന്നുള്ളൂ. ഒക്കെ എന്തോ ഒരു അറപ്പൊക്കെ പോലെയാണ് കേട്ടോ. പഴവർഗ്ഗങ്ങൾ നല്ലോണം പഴുത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പഴുപ്പിലാണ് കൂടുതലും ഇഷ്ടം. അതുപോലെ ജ്യൂസുകളായാലും മാങ്ങയും കൊണ്ട് ജ്യൂസൊന്നും അടിച്ചാൽ ഓള് കുടിക്കൂല കേട്ടോ. ഓക്ക് ഭയങ്കര അറപ്പുള്ള കാര്യമാണ്.
അപ്പോൾ കണ്ണനും നന്ദൂനും അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഓനൊരു മാങ്ങ എടുത്തിട്ട് കഷ്ണാക്കി കൊടുത്തു. അപ്പോൾ അത് പകുതി എന്ന് പറഞ്ഞ പോലെ ഓൻ തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ണനും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ സേമിയൊക്കെ വെന്ത് ഈ ഒരു രീതിക്കായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി പഞ്ചസാരയും സേമിയയും അതുപോലെ പാലും ഒന്നങ്ങോട്ട് കുറുകി വരണം കേട്ടോ. ആ സേമിയത്തിൽ പഞ്ചസാരയൊക്കെ ഒന്ന് പിടിക്കണ്ടേ. അപ്പോൾ കുറച്ച് സമയം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി വേവിക്കണം. ഇതിപ്പോൾ കുക്കറിലാണെങ്കിൽ സിമ്പിളായിട്ട് വേവിച്ചെടുക്കട്ടെ. നമുക്ക് ആദ്യം ഒന്ന് വറുത്ത് അതിലേക്ക് പാലൊഴിച്ച് ഒരു വിസിൽ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പായസം റെഡിയാവും. പക്ഷേ എങ്കിൽ ഇങ്ങനെ ഇളക്കി വേവിക്കണം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് കുറച്ച് സമയം കുറുകണ നേരം കൊണ്ട് ഞാൻ കുറച്ച് അലക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞിട്ട് 1-2 ഉണ്ടായിരുന്നു. അപ്പോൾ അതവിടെ വെച്ച് പോന്നിരുന്നു. അപ്പോൾ ഇനി പാല് തിളച്ച് പോയാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇട്ട് പോന്നിരുന്നു. അപ്പോൾ അതൊന്ന് അലക്കാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ ഇവിടെയും വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ ഇവിടെ വന്നാലും ഞാൻ അധികം ഇട്ടിടലില്ല കേട്ടോ. എന്താ വെച്ചാൽ കുറച്ചേ ഉണ്ടാകുള്ളൂ. അപ്പോൾ അത് ഇങ്ങോട്ട് കല്ലുമ്മൽ അലക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതാ താത്താൻ്റെ വീടാണ് കേട്ടോ തൊട്ടടുത്ത് കാണുന്നത്. പിന്നെ ഞാൻ പഞ്ചസാരയും ഏലക്കായയും കൂടിയും പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് മിക്സീൻ്റെ ജാറിലിട്ടാലൊക്കെ മതി. പക്ഷേ എങ്കിൽ ഇവിടുത്തെ അമ്മ ഇങ്ങനെ ഇരിക്കുകൊണ്ട് എളുപ്പമാണ് കേട്ടോ. അതിമ പൊടിക്കാനൊക്കെ നമുക്കൊരു തറയും അതിമ അമ്മിക്കല്ലൊക്കെ വെക്കുകൊണ്ട് എപ്പോഴും അരയ്ക്കാനും പിടിക്കാനൊക്കെ സുഖമാണ്. നമുക്ക് അവിടെ എന്താ പറയുക തിരുമ്പാങ്കല്ലിൻ്റെ അടുത്ത് വെക്കുകൊണ്ട് എപ്പോഴും ഓടിപ്പോയിട്ട് അരയ്ക്കാനും പിടിക്കാനൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല. എന്താ വെച്ചാൽ കുറേ അത് കഴുകി വൃത്തിയാക്കുകയൊക്കെ വേണം. അതുകൊണ്ട് ഇവിടെ പിന്നെ പൊതുവെ അമ്മ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കണത് അതുകൊണ്ട് പിന്നെ വൃത്തിയായിട്ട് തന്നെയാണ് കിടക്കണത്. അപ്പോൾ ഞാൻ അമ്മയൊന്ന് തുടച്ചെടുത്തു കേട്ടോ. നനച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറ്റൂലല്ലോ. അപ്പോൾ ആ പഞ്ചസാര കൂട്ടണത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലാണെങ്കിലും നന്നായി പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ പാലും പഞ്ചസാരയും സേമിയൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാനായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ വീട്ടിലെല്ലാവരും വേണമല്ലേ. എന്തായാലും വൈകുന്നേരം ആകുമ്പോഴത്തേന് അമ്മയും അച്ഛയൊക്കെ തിരിച്ചു വരുമല്ലോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കുടിക്കാമെന്നൊക്കെ വിചാരിച്ച് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാകത്തെ ചൂടും പിന്നെ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ച് കുറച്ച് സമയം കഴിയുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ എന്ന് പറയാൻ. പിന്നെ അതാ ഞാൻ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തിട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കളറ് ഒന്നും കൂടി ഒന്ന് ഭംഗിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം ഉണ്ടാക്കണത് അതിൽ ആദ്യം കാരമൽ ചെയ്തിട്ട് അതിലേക്ക് പാലൊഴിച്ചിട്ട് പിന്നെ ആ പാല് കുറുക്കിയെടുത്താലും മതി കേട്ടോ. അതിൽ സേമിയൊക്കെ വേവിച്ചെടുത്താലും മതി. ഞാൻ പിന്നെ അത് ലാസ്റ്റാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ പഞ്ചസാര ഒന്ന് മെൽറ്റാക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് ചൂടുവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിന്ന് പച്ചവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാര ഒന്ന് കട്ടിയായ പോലെ തോന്നിയില്ലേ, അത് കുഴപ്പമൊന്നുമില്ല. കുറച്ച് സമയം അതിൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതൊക്കെ അലിഞ്ഞ് വരും കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ചെയ്തതെന്നാന്ന് എനിക്ക് അങ്ങനെ തോന്നിയപ്പോൾ ഞാനത് കളഞ്ഞിട്ട് വീണ്ടും വേറെ ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. അപ്പോൾ ഒന്നും എന്തെങ്കിലും ഒരു അബദ്ധം പറ്റുമ്പോൾ നമ്മൾ പഠിക്കുമല്ലോ ഓരോ കാര്യങ്ങളും. അപ്പോൾ ഇതാ ആ ഒരു പായസത്തേക്ക് അതും കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നെയ്ച്ചോറൊക്കെ ഒന്ന് ആവി കയറ്റിയെടുത്തു കേട്ടോ. നമ്മളെ കുക്കറിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നെയ്ച്ചോറ് ഇട്ടതിന് ശേഷം 1-2 വിസിലടിച്ചെടുക്കുക. അപ്പോൾ പിന്നെ പുതിയ ചോറ് പോലെ ആവൂലേ. പിന്നെ കുക്കറിൽ ആക്കുമ്പോൾ തന്നെ നല്ല മയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് കറിയുണ്ടിരിക്കണേ. അപ്പോൾ പിന്നെ ഉച്ചത്തേക്ക് ഇതൊക്കെ മതി എന്ന് വിചാരിച്ച് വേറെ ചോറും കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ വെറും ചോറ് വേണമെന്നുണ്ടെങ്കിൽ സാദാ ചോറ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലിരിക്കണോണ്ട് അത് തിളപ്പിച്ച് വിറ്റേണ്ട ഒരു പണിയുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ പായസം വാങ്ങി വെച്ചു. പിന്നെ അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം ചോറ് വെക്കണമെങ്കിൽ അതുകൊണ്ട് എടുക്കാം, ആ വെള്ളം എടുക്കാം. ഇല്ലെങ്കിൽ ആ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അതവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ ഒരു പായസത്തേക്ക് ഒന്ന് വറവിട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മുന്തിരി മാത്രമേ ഉള്ളൂ കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടിയാണല്ലോ വറവിട്ട് കൊടുക്കുക. പക്ഷേ എങ്കിൽ മുന്തിരി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ അത് മതിയെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും നാളികേരക്കൊത്തിട്ടാണ്ട് വറവിട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ വാങ്ങി വെച്ചിട്ടാണ് ഞാൻ പഞ്ചസാരയും ഏലക്കായും പൊടിച്ചെടുത്തിട്ടില്ലേ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തത്. പിന്നെ അതാ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമ്മളെ പാലപ്പച്ചട്ടി ഇല്ലേ അതിലാണ് വറവിടേണ്ടത് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് തോനെ തന്നെ മുന്തിരി ചേർത്തിട്ടുണ്ട്. അപ്പം മുന്തിരി അമ്മ ഇവിടെ അങ്ങനെ കൂടുതലായിട്ടും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ അണ്ടിപ്പരിപ്പ് തീരെ ഇരിക്കണില്ല കേട്ടോ. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ തപ്പിയിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നെയ്യിലാണ്ട് വറവിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം തന്നെ പായസത്തിന് ഒരു പ്രത്യേക മണവും കാര്യങ്ങളൊക്കെ ആയല്ലോ. അപ്പം നെയ്യും കൂടിയാണ് ചേരുമ്പോഴാണ് കറക്റ്റ് പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകുക. അപ്പം അങ്ങനെ അടിപൊളി എന്താ പറയുക പഞ്ചസാര ക്യാരമൽ ചെയ്തിട്ടുള്ള സേമിയ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനിയിപ്പോൾ നമ്മൾ പാലട പായസമൊക്കെ പിന്നെ പാൽപ്പായസമൊക്കെ വെക്കൂലേ അതിലൊക്കെ ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഒരു ക്രീമി കളറായി കിട്ടും, കാണാനും നല്ല ഭംഗിയാണ്, കുടിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ചോറുണ്ണാൻ നിന്നത് കേട്ടോ.
അപ്പോൾ ഇവിടെ മക്കൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിന്നും. അതുകൊണ്ട് പിന്നെ അവർക്ക് വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ കുറച്ച് സമയം നേരം വൈകിട്ട് തന്നെയാണ് ചോറുണ്ടത്. നമ്മളങ്ങനെ വീട്ടിൽ ചെന്നാൽ കറക്റ്റ് സമയവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. എല്ലാ കാര്യത്തിലും ടൈം ടേബിൾ തെറ്റിയോണ്ട് തന്നെയാവും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞില്ലേ. അപ്പോൾ പൊതുവേ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതാ പിന്നെ ചോറും കറിയൊക്കെ വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ അതിൻ്റെ മുകളിലേക്ക് തന്നെ ഒഴിക്കാൻ പറഞ്ഞതാണ് കേട്ടോ. സെപ്പറേറ്റ് പാത്രത്തിലൊന്നും കൊടുക്കണമെന്നില്ല. പിന്നെ ഒരു ഇത്തിരി തൈര് ഉണ്ടായിരുന്നു, അതിൽ ഉള്ളിയൊന്നും വെട്ടിയിട്ടാൻ തന്നില്ല. ആ തൈരും കൂട്ടിയിട്ടാണ് അങ്ങനെ കഴിച്ചത്. അപ്പോൾ അത് വിളമ്പി വെക്കലും മഴയൊക്കെ വരുന്ന ഒരു കേട്ടോ. മഴ അങ്ങനെ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ തുണികളൊക്കെ ഒന്ന് എടുത്തേക്കാൻ തന്നതാണ്. തുണികളൊക്കെ ഏകദേശം കുറേ ഉണങ്ങിയിട്ടുണ്ട്, ഉണങ്ങാത്തിയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ തോരടാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ സമാധാനമാണ്. എത്ര മഴ വരുന്നുണ്ടെങ്കിലും മഴ പെയ്താലും ഒക്കെ തോരടാനൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇത് പണ്ട് നമുക്ക് പശുവിനെ വളർത്തിയ ആലയാണ് കേട്ടോ. ഞങ്ങളിവിടെ ആല എന്ന് പറയും. എല്ലാ സ്ഥലത്തും എന്താ പറയാന്ന് എനിക്കറിയില്ല. ചിലർ തൊഴുത്തൊന്നും പറയലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ആല എന്നാണ് പണ്ടേ പറഞ്ഞു ശീലമായിട്ടുള്ളത്. അപ്പോൾ കുറേ മുന്നേ പശുവിനെയൊക്കെ വളർത്തിയിരുന്നു. ഞാനൊരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് പശുവിനെയൊക്കെ വിറ്റത്. പിന്നെ അതിന് ശേഷം വളർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അന്നത്തെ ആ ഒരു ഷെഡാണിത്. അപ്പോൾ അതൊന്നും കൂടി ഇങ്ങോട്ട് ശരിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിനെ ചാരി ഇപ്പോഴാണ് പാത്രം കഴുകുന്ന ഒരു തറ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ പാത്രം കഴുകുന്ന തറേൻ്റെ ചോട്ടിൽ പാത്രം ഒരുപാടൊന്നും അമ്മ കമിഴ്ത്തി വെക്കലില്ല കേട്ടോ. അത് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മണ്ണ് തെറിക്കും. അപ്പോൾ അതുകൊണ്ട് തോനെയൊന്നും അവിടെ വെക്കലില്ല. പുറത്ത് വേറെ റാക്കുണ്ട്, അവിടെയാണ് ഒരുപാട് പാത്രങ്ങൾ വെക്കലുള്ളത്. അപ്പോൾ അതാ ഞാൻ തുണികളൊക്കെ ഉണങ്ങിയതും ഉണങ്ങാത്തിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ തോരയിട്ടിട്ടുണ്ട്. പിന്നെ മക്കളതാ ചോറിനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നന്ദൊന്നും എന്തേന്ന് അറിയില്ല എന്ന് ഒറ്റയ്ക്ക് തിന്നാറിഞ്ഞിട്ട് ഒറ്റയ്ക്ക് തന്നെ തിന്നാണ് കേട്ടോ. അപ്പോൾ കണ്ണവിടെ വേറൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. ഓനപ്പോൾ കുറച്ച് ചോറേ തന്നിട്ടുള്ളൂ കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഓനാ നെയ്ച്ചോറ് കൊണ്ട് കുറച്ച് ഫ്രൈഡ് റൈസ് പോലെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ പായസം ഞാൻ കുറച്ച് ചൂടാറാൻ വിളമ്പി വെച്ചിരുന്നു. അപ്പോൾ നന്ദുവിൻ്റെ ഫേവറേറ്റ് പായസമാണ് കേട്ടോ. മറ്റവർക്ക് രണ്ടാൾക്കും അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല, എന്നാലും കുടിക്കും, കുറച്ചേ കുടിക്കുള്ളൂ. ഓന് ഭയങ്കര ഇഷ്ടമാണ് നന്ദുവിനും അതേപോലെ ഏട്ടനൊക്കെ ഇഷ്ടമുള്ള ഒരു പായസം ഈ ഒരു സേമിയം തന്നെയാണ്. അപ്പോൾ ഓനത് അങ്ങനെ കുടിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഗൈസ് നിങ്ങൾക്ക് വേണമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് പായസമൊക്കെ കാട്ടി തരുന്നുണ്ട് കേട്ടോ, കുടിച്ചോന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സേമിയ പായസം ഇഷ്ടമല്ല എത്ര കൂട്ടുകാരുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യോണ്ടേ. അപ്പോൾ അനുമോളും ഇതാക്കണേ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഒരു 1/2 ഗ്ലാസ് കുടിച്ചിരുന്നു കേട്ടോ. എനിക്കൊരു ചെറു ചൂടോടുകൂടി കുടിക്കുന്നതാണ് ഇഷ്ടം. ഒരുവിധ സാധനങ്ങളൊക്കെ ചെറിയൊരു ചൂടിൽ കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ എങ്കിലും അവർക്ക് നല്ലോണം തണുക്കണം. അപ്പോൾ ഞാൻ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചതായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലേ നെയ്ച്ചോറ് കൊണ്ട് ഇതാക്കണേ മുട്ടയും ചിക്കനും ഒക്കെ ഇട്ടിട്ട് ഫ്രൈഡ് റൈസ് പോലെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ആക്കിയെടുത്തിട്ട് കേട്ടോ. ഓൻ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു. വെറും എന്താ പറയുക തീറ്റ കൂടി എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ വന്നാൽ ഒന്നാമത് ഓൽക്ക് കളിക്കാൻ പോവാൻ അധികം കൂട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്തേക്കാണ്ട് പോകില്ല. അപ്പോൾ അകത്തന്നെയാണ് മെയിനായിട്ട്. മൊബൈലും TV ആയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. പിന്നെ അതാക്കണേ ഇടയ്ക്കുള്ള ഈ കുക്കിങ്ങും കാര്യങ്ങളും അതൊക്കെ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അതേപോലെ പുതിയ ഒരുപാട് കൂട്ടുകാർ വന്നിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ 1-2 ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കും വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിലൊരുപാട് സന്തോഷമുണ്ട്. അവർക്ക് നമ്മളെ എത്രമാത്രം ഇഷ്ടമാണെന്നുള്ളത് ആ ഒരു സംസാരത്തിലൂടെ അറിയാമല്ലോ. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്